നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. സെപ്റ്റംബർ മാസം 29 മുതൽ ഒക്ടോബർ മാസം 5-ാം തീയതി വരെയുള്ള ഒരാഴ്ച ഓരോ കൂറുകാർക്കും എങ്ങനെയാണ് എന്ന് നോക്കാം. ആദ്യം മേടക്കൂർ, അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ഈ നക്ഷത്രത്തിൽപ്പെട്ടവരുടെ മാതാവ് അല്ലെങ്കിൽ പിതാവ്, പ്രധാനമായും മാതാവ്, ഈ നക്ഷത്രത്തിൽപ്പെട്ടവരുടെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ചെറിയ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, അതായത് പേരക്കുട്ടികളും പൗത്രന്മാരോ പൗത്രികളോ അവരുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന ചെറിയ ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് മാറ്റം ഈ ആഴ്ച ഉണ്ടാകുന്നതാണ്. ഒരുപക്ഷെ മുത്തശ്ശനോ മുത്തശ്ശിയോ പേരക്കുട്ടികൾക്ക് വേണ്ടി സാമ്പത്തികമായി സഹായം ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സൗകര്യങ്ങളും ആശ്വാസങ്ങളും അവർക്ക് നൽകുകയോ ചെയ്യും. അതിൻ്റെ ഫലമായി തന്നെ ഈ നക്ഷത്രക്കാരിൽപ്പെട്ടവർക്ക് വളരെ മനസ്സന്തോഷമുണ്ടാകുന്നു. തങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർ അവരുടെ അടുത്ത തലമുറയുമായി ബന്ധപ്പെട്ടുള്ള ബന്ധത്തിൽ കുറച്ചുകൂടി ഊഷ്മളതയും സന്തോഷവും കൈവരുന്നു. സന്താനങ്ങൾക്ക് കുറച്ചുകൂടി ബുദ്ധിപരമായി ഉയർച്ച, പഠനത്തിൽ കൂടുതൽ നന്നായി ഇടപഴകാൻ സാധിക്കുന്ന ഒരു ദിവസമായിട്ട് മാറുന്നുണ്ട് ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ. എന്നാൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഈ നക്ഷത്രക്കാർക്ക്, അതായത് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗക്കാർക്ക് ശാരീരികമായ ചില അവശതകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. വാരിയല് സംബന്ധമായോ അല്ലെങ്കിൽ ഉദര സംബന്ധമായോ ഒരുപക്ഷെ വായുക്ഷോഭത്തിൻ്റെയൊക്കെ ഫലമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളാകാം അത്തരം ചില അസൗകര്യങ്ങൾ ഇവരുടെ യാത്രയെയൊക്കെ തടയാനുള്ള സാധ്യതയുണ്ട്. പ്രവർത്തന മേഖലയിൽ നിന്ന് 1-2 ദിവസം മാറി നിൽക്കാനുള്ള സാധ്യതയും കാണുന്നു. ഇതൊന്നും ഗൗരവപൂർണമായ കാര്യങ്ങളല്ല. ഇതൊക്കെ സാധാരണ നിലയിലെ മരുന്ന് സേവ കൊണ്ട് മാറാവുന്ന ഒരു അസൗകര്യങ്ങൾ മാത്രമായിട്ടാണ് കണക്കാക്കേണ്ടത്. പൊതുവെ ഗുണപരമായി നോക്കുമ്പോൾ ഈ ആഴ്ചയിൽ ഇവർക്ക് സാമ്പത്തികമായ നല്ല നേട്ടം കാണുന്നുണ്ട്. ലോട്ടറി എടുക്കണം എന്നിവരെയൊക്കെ ഉപദേശിക്കുന്നതിൻ്റെ കാര്യം ഭാഗ്യം അനുകൂലമായി നിൽക്കുന്നത് കൊണ്ടാണ്. പലതരത്തിൽ, അതായത് 11-ലെ ശനിയും 2-ാം ഭാവത്തിലെ വ്യാഴവും 2-ാം ഭാവാധിപനായ ഗ്രഹം 7-ൽ സഞ്ചരിക്കുന്നതുമെല്ലാം തന്നെ ധനപരമായിട്ട് ഇവർക്കിപ്പോൾ നേട്ടത്തെ കാണിക്കുന്നു. ഒരുപക്ഷെ ധനം ഇവരിലേക്ക് വന്നു ചേരാം. അത് ഭാഗ്യക്കുറിയുടെ അടിസ്ഥാനത്തിലാവാം. അതല്ലെങ്കിൽ സ്വന്തം പ്രവർത്തന മേഖലയിൽ ഇവർക്കുണ്ടായിരിക്കുന്ന മതിപ്പുവില വർദ്ധിക്കുകയും ഇവരുടെ കർമ്മരംഗത്ത് ഇവർക്കൊരു ഹൈപ്പ് ഉണ്ടാവുകയും ചെയ്യാം സാമ്പത്തികമായി. അതുമല്ലെങ്കിൽ ഇവരെ സംബന്ധിച്ച് ഗുണം വരുന്നത് കഴിഞ്ഞ കുറേ കാലമായി കിട്ടാനുണ്ടായിരുന്ന പണം പൂർണ്ണമായും ഇവർക്ക് കിട്ടാം. ആ പണം ഉപയോഗിച്ച് ഇവർക്കുണ്ടായിരുന്ന ചില ബാധ്യതകൾ മാറാം. അല്ലെങ്കിൽ ചില പുതിയ പ്രോജക്റ്റുകൾ തുടങ്ങാം. വീട് എന്ന സ്വപ്നത്തിലേക്ക് തുടങ്ങാം. വീടെന്ന സ്വപ്നത്തിൻ്റെ ആരംഭങ്ങളാകാം. അതുപോലെ തന്നെ വിദേശവുമായി ബന്ധപ്പെട്ട യാത്ര, പഠനം, ജോലി, ഈ കാര്യങ്ങളിലും ഇവർക്ക് ഈ ആഴ്ചയും ഗുണകരമായിട്ടുള്ള സംഭവമാണ് വരുന്നത്. എന്നാൽ ബന്ധങ്ങളിൽ ഇവർ ശ്രദ്ധിക്കണമെന്ന് തന്നെ പറയുന്നു. പ്രത്യേകിച്ച് പേരിന് ആയിരിക്കും ദമ്പതികൾ തമ്മിൽ ഇപ്പോൾ ഒരു ബന്ധമുണ്ടായിരിക്കുക. താൽക്കാലികമായിട്ടെങ്കിലും ഇവർ തമ്മിൽ മനസ്സുകൊണ്ട് ശത്രുതാ മനോഭാവം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ശാരീരികമായും മാനസികമായും ഒരു അകൽച്ച ഇപ്പോൾ ഇവർക്കുണ്ടാകുന്നു. പരസ്പരം അറിഞ്ഞുകൊണ്ട് തന്നെ ആ അകൽച്ചയെ അവർ മറക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാലും അത് ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന അത്ര ശരിയല്ല. ശുക്രൻ്റെ പിന്നീടുള്ള മാറ്റം 8-ലേക്കാണ്. അപ്പോൾ സ്വാഭാവികമായും അടുത്ത ആഴ്ചകളിലും ഇതിൻ്റെയൊക്കെ പ്രതിഫലനങ്ങൾ ഉണ്ടാകാമെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകമായി ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ ഇതിൻ്റെ ഫിസിയോളജിക്കൽ അറ്റാക്ക് എന്ന് പറയുന്നത് ജെനിറ്റൽ ഓർഗൻസ്, ലോവർ അബ്ഡമിൻ, സ്ത്രീകൾക്കാണെങ്കിൽ യൂട്രസ്, ഈ ഭാഗങ്ങളിലൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടാകാം. ആർത്തവ സംബന്ധമായ ശല്യങ്ങൾ വളരെ മാരകമാകാം ഈ നക്ഷത്രക്കാർക്ക്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ജീവിതത്തിൻ്റെ ചില മാറ്റങ്ങൾ സ്ത്രീയാണെങ്കിൽ ആ രീതിയിലും പുരുഷനാണെങ്കിൽ അവരുടേതായ രീതിയിലും ചിലപ്പോൾ ഇവർക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം ബന്ധങ്ങളിൽ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത്തരം കാര്യങ്ങൾ പ്രത്യേകം ചിന്തിക്കണം. ഓരോ വയസ്സിനും ഓരോ തരത്തിലാണ് അത് എടുക്കേണ്ടത്. അതുപോലെ കൗമാരക്കാരോ പ്രണയിനികളോ അല്ലെങ്കിൽ പ്രണേതാക്കളോ ആണെങ്കിൽ അവർക്ക് ആ വിഷയങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ മാനസിക വൈഷമ്യങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, വിദേശവുമായി ബന്ധപ്പെട്ടുള്ള പ്രോജക്റ്റുകളിലോ ജോലിയിലോ പഠനത്തിലോ ഒന്നും തന്നെ ഇവർക്ക് ദോഷം കാണുന്നില്ല. മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1-ാം തീയതി വൈകുന്നേരത്തിന് ശേഷം 2, 3, 4, 5 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതായിട്ടാണ് കാണുന്നത്. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇവരെ സംബന്ധിച്ചിടത്തോളം സഹോദര സ്ഥാനത്തു നിന്ന് ചില സഹായങ്ങൾ ആഴ്ചയുടെ തുടക്കത്തിലുണ്ടാകാം. ഒന്നുകിൽ അത് സഹോദര സ്ഥാനത്തുള്ളവരാകാം, അതല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് വേണ്ടി ഈ നക്ഷത്രക്കാർ ചെയ്യുന്ന സഹായമാവാം. അതുമല്ലെങ്കിൽ ഇവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, ഇതൊക്കെ ഇവരെ സഹായിക്കുന്ന ഒരു അവസരവും കാണുന്നുണ്ട്. പെട്ടെന്ന് മന്ദതാളത്തിൽ പോയിക്കൊണ്ടിരുന്ന ഇവരുടെ മനസ്സ്, ആലസ്യത്തിലായിരുന്ന മനസ്സ്, തോൽവിയും ജോലിയില്ലായ്മയും സാമ്പത്തികമായ പരാധീനതകളും ഏതെങ്കിലും വിധത്തിൽ അലട്ടിയിരുന്ന ഇവരുടെ മനസ്സിനെ ഈ പറയുന്ന സൗഹാർദ്ദമോ ബന്ധുത്വമോ അല്ലെങ്കിൽ
മറ്റേതെങ്കിലും തരത്തിലുള്ള ഉന്മേഷാവസ്ഥയോ കൂടുതൽ നല്ല ഒരു അവസ്ഥയിലേക്ക് ഇവരെ കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കുന്നതാണ് ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം ഒക്കെ ഉണ്ടാകാം. സാമ്പത്തികമായ നേട്ടം ഉണ്ടാവണമെങ്കിൽ ഒരു നല്ല പ്രവർത്തനം ഇവർക്കുണ്ടാകണം. ആ പ്രവർത്തനത്തിന് തക്കവണ്ണം സജ്ജമാകുന്ന ഒരു മനസ്സിനെ സഹോദരന്മാരോ തൊട്ടടുത്ത ബന്ധുക്കളോ അതുമല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കളോ നൽകി സഹായിക്കുമെന്നാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഗുണമാണ് കാണുന്നത്. ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ ഗുണമാണ്. എന്നാൽ ആഴ്ചയുടെ പകുതി അടുപ്പിച്ച് മാതാവുമൊത്തുള്ള ചില യാത്രകൾ അത്ര ഗുണമായിട്ട് കാണുന്നില്ല. ഒന്നുകിൽ മാതാവിനോട് അഭിപ്രായ വ്യത്യാസമോ കലഹമോ ഉണ്ടായി യാത്ര മുടങ്ങിയേക്കാം. അതല്ലെങ്കിൽ യാത്രാവേളയിൽ അത്തരം പ്രശ്നങ്ങളുണ്ടായി അത് മനസ്സിന് വിഷമമുണ്ടാക്കുന്ന അവസരം കാണുന്നുണ്ട്. എന്തായാലും അത്തരം അവസരങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ ഓർക്കാപ്പുറത്ത് ഇവർക്ക് കുറച്ച് പണം കിട്ടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. വിചാരിച്ചിരുന്ന സ്ഥലത്തു നിന്ന് അപ്രതീക്ഷിതമായിരിക്കും പണം വരിക. ഒരിക്കൽ അവർ അപേക്ഷിച്ചിരുന്നതോ ചോദിച്ചിരുന്നോ ആയ വ്യക്തികളോ പ്രസ്ഥാനമോ സ്ഥാപനമോ ഒക്കെ ആകാം. പക്ഷേ അപ്രതീക്ഷിതമായി അവിടെ നിന്ന് ധനസഹായം തരാം എന്നൊരു വാഗ്ദാനം ഉണ്ടാവുകയും അത് ലഭിക്കുകയും ചെയ്യുന്നതിൻ്റെ സന്തോഷത്തിലാണ് ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ ഇടവക്കൂറുക. ഉദര സംബന്ധമായ വ്യാധി ഇവരെ അലട്ടുന്നതായിട്ടും ശ്രദ്ധിക്കണം. കാര്യങ്ങൾക്ക് തടസ്സം എപ്പോഴും ഉണ്ടാകാം. എന്നാൽ അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ ആഴ്ചയിൽ ചില അനുഗ്രഹങ്ങൾ സാമ്പത്തിക രൂപത്തിലും അതുപോലെ തന്നെ ഇവരുടെ മനസ്സിൻ്റെ ഉന്മേഷാവസ്ഥയിലുമൊക്കെയായി മാറുന്നു. അതുകൊണ്ട് പൊതുവെ ഗുണകരമെന്ന് തന്നെ വിശേഷിപ്പിക്കാം ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച. ഇവരെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങൾ ഈ ആഴ്ചയിൽ എന്ന് പറയുന്നത് 4-5 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതായി കാണുന്നു. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ രണ്ടാമത്തെ പകുതി, തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും ഇപ്പോൾ ഏറ്റവും ഗുണമായി കാണുന്നത് ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഏറ്റിരുന്ന വാഗ്ദാനങ്ങൾ അത് നിറവേറ്റാൻ സാധിക്കുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ. അതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളമുള്ള മറ്റുള്ളവരുടെ ഇടയിലെ മതിപ്പ് വർദ്ധിക്കുന്നു. ഇത് ഒരുപക്ഷെ വ്യക്തിബന്ധങ്ങളിലാകാം, അല്ലെങ്കിൽ കർമ്മരംഗത്താവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു പ്രോജക്റ്റ് സമ്മാനിക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ, സാമ്പത്തികത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി സാധിക്കുകയും അതിനിവർക്ക് പ്രതിഫലം കിട്ടുകയും ചെയ്യുന്നു. തങ്ങളുടെ കഴിവ് ഉപയോഗിച്ച് ജീവിക്കുന്നവർക്ക് വളരെ നല്ലൊരാഴ്ചയായിട്ടാണ് കാണുന്നത് തുടക്ക ദിവസം. എന്നാൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ചൊവ്വാഴ്ചയ്ക്ക് ശേഷം ഇവർക്ക് തൊണ്ട സംബന്ധമായോ അല്ലെങ്കിൽ ചെസ്റ്റ് ശ്വാസകോശ സംബന്ധമായോ ചെറിയ ചില അവശതകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ നീർദോഷത്തിൻ്റേതായ അസുഖങ്ങൾ ആകാം. അത്തരം അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള വ്യക്തികളാണെങ്കിൽ, അതായത് സൈനസൈറ്റിസോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഈ നീർവീക്കത്തിൻ്റേതായ നീർത്താഴ്ചയുടേതായ അസുഖങ്ങൾ ബാധിക്കുന്നവരെ ആണെങ്കിൽ എളുപ്പത്തിൽ അവർ പനിയോ മറ്റെന്തെങ്കിലും അവശതയോ ബാധിച്ച് കിടപ്പിലാകാനുള്ളൊരു സാധ്യതയുണ്ട്. ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങൾ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യത കാണുന്നു. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കുടുംബത്തിൽ തന്നെ റെസ്റ്റ് ചെയ്യേണ്ടി വരുമെന്നാണ് ഈ ദിവസങ്ങൾ കാണുന്നത്. ഗൗരവമായി എടുക്കേണ്ട കാര്യമില്ല. കൃത്യമായി മരുന്നും സേവയും ഒക്കെ ഉണ്ടെങ്കിൽ അതിന് മാറ്റമുണ്ടാകുമെന്ന് തന്നെ കാണുന്നു. മാതാവിനുമായി ചെറിയ കലഹമോ പ്രശ്നങ്ങളോ ഉണ്ടാകാം ആഴ്ചയുടെ ഈ ദിവസങ്ങളിൽ. ഒരുപക്ഷെ വീട്ടിൽ നിൽക്കുന്നതിൻ്റെയോ പ്രവർത്തിക്കാൻ സാധിക്കാത്തതിൻ്റെയോ ഒക്കെ നൈരാശ്യം പൊതുവെ ഏറ്റവും അടുത്ത വ്യക്തികളോട് കാണിക്കുന്നതിൻ്റെ ഫലമാകാം ഇതൊക്കെ. എന്നാലും ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ ഇവരുടെ കാര്യങ്ങളിൽ മാറ്റമുണ്ടാകുന്നു. ആദ്യത്തെ 2 ദിവസവും അവസാനത്തെ 2 ദിവസവും ഇവർക്ക് താരതമ്യേന ഗുണമാണ്. ഇടയ്ക്കുള്ള 2-3 ദിവസമാണ് അത് ശാരീരിക അവശതയുടെ കാര്യത്തിലാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വാഹനം ഈ ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ, അതായത് ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ വാഹനം വളരെ സൂക്ഷിച്ചോടിക്കുക. ബന്ധുമിത്രാദികളോട് സംസാരിക്കുമ്പോഴും മാതാപിതാക്കളോട് സംസാരിക്കുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കുക. ഈ നക്ഷത്രത്തിൽപ്പെട്ടവർ അവരുടെ മക്കളിൽ നിന്നും ഇത്തരം അനുഭവങ്ങൾ ചിലപ്പോൾ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. അവർക്കും അത്തരം അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാകുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 29, 30, 1-ാം തീയതി വൈകുന്നേരം വരെയും ഗുണമാണ്. പിന്നെ 5-ാം തീയതിയും താരതമ്യേന ഭേദമാണ്. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം സ്വന്തം വീട്ടിൽ നിന്നൊന്ന് മാറി നിൽക്കേണ്ടി വരുമെന്ന് കാണുന്നു. ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്കൊരു യാത്ര കാണുന്നു. സ്വന്തം വിഷമം പിടിച്ച ചുറ്റുപാടുകളിൽ നിന്ന് കുറച്ചുകൂടി പിരിമുറുക്കം കുറഞ്ഞ, കുറച്ചുകൂടി മനസ്സിന് സന്തോഷവും ആയാസരാഹിത്യമുള്ള നിമിഷങ്ങളും സമ്മാനിക്കുന്ന ഒരിടത്തിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ ആരോഗ്യ സംബന്ധവും മാനസികവുമായ കാര്യങ്ങൾക്ക് ഒരു ആശ്വാസം ലഭിക്കുന്നു.
പൊടുന്നനവേ കുറച്ച് സാമ്പത്തിക സഹായം ഇവർക്ക് കിട്ടുന്നതാണ്. ഒരുപക്ഷേ ഇവർ തന്നെ മുമ്പ് ചെയ്തിരുന്ന ജോലിയിൽ നിന്ന് കിട്ടാനുണ്ടായിരുന്ന പണം, അല്ലെങ്കിൽ ഭാഗ്യക്കുറിയിൽ നിന്ന് വരുന്ന പണം, അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഇവർക്ക് അറിഞ്ഞുകൊണ്ടാരെങ്കിലും സഹായിക്കുന്ന ധനം, അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ ഇവർക്കിപ്പോൾ വളരെ ആശ്വാസമായി ധനം വന്നെത്തുന്നു. അതുപോലെ തന്നെ അന്തരീക്ഷം ഞാൻ തുടക്കത്തിലേ പറഞ്ഞു നല്ലതായി മാറുന്നു. അതിൻ്റെ ഗുണമുണ്ട്. ബന്ധുമിത്രാദികളും മാതാപിതാക്കളുമൊക്കെ ഈ നക്ഷത്രക്കാരുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ പൊതുവെ അവരുടെ സംരക്ഷണത്തിനും വേണ്ടി നിലകൊള്ളുന്നു. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. എന്നാൽ ഇവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അതായത് വ്യാഴാഴ്ച സന്ധ്യയ്ക്ക് ശേഷം വെള്ളി, ശനി ദിവസങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. കാൽമുട്ടിനോ പാദങ്ങൾക്കോ അസുഖം വരാനുള്ള സാധ്യത കാണുന്നു. ചിലപ്പോൾ അപകട സാധ്യതകളാകാം. അതുകൊണ്ട് ഉയരങ്ങളിലേക്ക് പടികൾ കയറുമ്പോഴും തെന്നി വീഴാൻ സാധ്യതയുള്ള പ്രതലങ്ങളിൽ സഞ്ചരിക്കുമ്പോഴും ഒക്കെ അങ്ങേയറ്റം കരുതലെടുക്കുക. കാരണം ഇപ്പോൾ മിക്ക വീടുകളിലും ടൈൽസാണ്. ടൈൽസിൽ ഒരു പ്ലാസ്റ്റിക്കോ ഒരു ചെറിയ കഷ്ണം പ്ലാസ്റ്റിക്കോ കടലാസോ കിടന്നാൽ മതി, അല്പം അശ്രദ്ധയും ഉണ്ടായിരുന്നാൽ മതി, തെന്നി വീഴാനുള്ള സാധ്യത വളരെയാണ്. നിലത്തിൻ്റെ റഫ്നെസ് കുറയുന്ന ഒരു അവസ്ഥയാണ് പല വീടുകളിലും ഉള്ളത്. അതുകൊണ്ട് അത്തരം സ്ഥലങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ബാത്റൂമിലും മറ്റും കയറുമ്പോഴുമൊക്കെ ശ്രദ്ധിക്കണം. മലിന സ്ഥലങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് കരുതലെടുക്കുക അങ്ങേയറ്റം. സാമ്പത്തികമായും പ്രവർത്തനപരമായിട്ടുമൊന്നും ഇവർക്ക് ദോഷമില്ല. ബന്ധുമിത്രാദികളുടെ സഹകരണവും നല്ല രീതിയിൽ ഇവർക്കുണ്ട്. എന്നാൽ അപകടകരമായ അവസ്ഥകൾ ആഴ്ചയുടെ അവസാനം കാത്തിരിക്കുന്നത് കൊണ്ട് അങ്ങേയറ്റം കരുതലോടുകൂടി ഓരോ കാര്യങ്ങളും ചെയ്യുക, പ്രാർത്ഥിക്കുക. ഈ കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1-ാം തീയതി വൈകുന്നേരത്തിന് ശേഷം 2-3 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ചെലവൽപ്പം കൂടിയിരിക്കുന്ന ഒരു ആഴ്ച ആണ് തുടക്കത്തിൽ. പ്രത്യേകിച്ചും ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങൾ ചെലവൽപ്പം കൂടിയിരിക്കുമെന്ന് കാണുന്നു. തങ്ങളുടെ വരവിനേക്കാൾ അല്ലെങ്കിൽ തങ്ങൾ പ്ലാൻ ചെയ്തിരുന്ന കാര്യത്തേക്കാൾ വർദ്ധിച്ച് തോതിൽ ചിലവുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും അടുത്ത ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ സഹായിക്കുമെങ്കിലും അതിനപ്പുറത്തേക്ക് സാമ്പത്തികമായ ചിലവുകൾ വർദ്ധിക്കുന്നു എന്നാണ് കാണുന്നത്. ഒരുപക്ഷേ മറ്റുള്ളവർക്ക് കടം കൊടുക്കാൻ വേണ്ടിയാകാം, അല്ലെങ്കിൽ തങ്ങൾ വാങ്ങിച്ച കടത്തെ വീടാൻ വേണ്ടിയാകാം, അതുമല്ലെങ്കിൽ വർദ്ധിച്ചു വരുന്ന ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ ചിലവുകൾ ഒക്കെ ആകാം ഇതിന് കാരണം. ഒരു വ്യക്തി എന്ന നിലയിൽ ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ കൂടുതലായി അധ്വാനിക്കേണ്ടി വരുന്നതായിട്ട് കാണുന്നു. പ്രത്യേകിച്ചും അവരുടെ ശാരീരികവും മാനസികവുമായ അവസ്ഥ ഇപ്പോൾ ഈ നേരാവണ്ണം ജോലി ചെയ്യുന്നതിന് ഘടകവിരുദ്ധമായി നിൽക്കുക കൂടി ചെയ്യുകയാണ്. നിവൃത്തി സ്ഥാനങ്ങളിൽ പാപഗ്രഹങ്ങൾ നിന്നാൽ, പ്രത്യേകിച്ച് ശനിയെപ്പോലുള്ള ഗ്രഹങ്ങൾ നിന്നാൽ, ഭാഗ്യസ്ഥാനത്തും പാപഗ്രഹങ്ങൾ നിന്നാൽ നമുക്ക് കിട്ടേണ്ട കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊന്നും കൃത്യമായി ചെയ്യാൻ മനസ്സ് സമ്മതിക്കണമെന്നില്ല. ഇവിടെ 10-ലെ വ്യാഴവും 11-ലെ ചൊവ്വയും. 10-ലെ വ്യാഴം കർമ്മരംഗത്ത് ഗുണം ചെയ്യും. എല്ലാ കാര്യങ്ങളിലും 10-ലെ വ്യാഴം ഗുണമല്ല, കണ്ടകവ്യാഴനാണ്. എന്നാൽ സ്വന്തം ജോലിയിൽ ഒരു മാറ്റമോ ജോലിയിൽ ഒരു ഉയർച്ചയോ ചിലപ്പോൾ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മേഖലയിൽ നിന്നൊരു മാറ്റമോ ഒക്കെ പ്രതീക്ഷിക്കാം. 11-ലെ ചൊവ്വ ഇവർക്ക് കൂടുതലായി അധ്വാനിക്കാനും കൂടുതലായി ധനം നേടാനുമുള്ള മനസ്സിൻ്റെ പ്രവണതയെ ശക്തിപ്പെടുത്തും. എങ്ങനെയും പണമുണ്ടാക്കുക, അധമ രീതിയിലല്ല, അങ്ങേയറ്റം ആത്മാർത്ഥമായി സിൻസിയറായി പ്രവർത്തിച്ചുകൊണ്ട് പണം നേടുക എന്നുള്ള ഒരു പ്രതിജ്ഞ സ്വന്തം മനസ്സിൽ ഏൽപ്പിക്കുന്നത് കൊണ്ട് ഇവർക്ക് സ്വാഭാവികമായും ധനം നേടാൻ സാധിക്കും. ഇച്ഛാശക്തി വർദ്ധിപ്പിക്കും ചൊവ്വ. അതുകൊണ്ട് ആ കാര്യത്തിൽ ദോഷമില്ല. അതുപോലെ തന്നെ ശുക്രൻ്റെ സഞ്ചാരം മാസം ഇപ്പം 3-ലാണ് സഞ്ചരിക്കുന്നത്, സ്വന്തം രാശിയിലാണ്. ശുക്രൻ്റെ 3-ലെ സഞ്ചാരം അത്ര ദോഷകരമല്ല. പ്രത്യേകിച്ചും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സഹോദരന്മാരുടെയും ഒക്കെ സഹായമുണ്ടാവും. സ്ത്രീകളിൽ നിന്നുള്ള സഹായം ധാരാളമായി ഉണ്ടാകും ഈ നക്ഷത്രത്തിൽപ്പെട്ട ആൾക്കാർക്ക്. തിരിച്ച് ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്കാണെങ്കിൽ പുരുഷന്മാരുടെ സഹായവും ഉണ്ടാവും. അത് ഒരു വലിയ കാര്യം തന്നെയാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം ഞാൻ ഈ പറയുന്ന അമിത ചെലവിൻ്റെയും ശാരീരികമായി ചെറിയ തോതിലെങ്കിലും ഇവർക്കുണ്ടാകുന്ന അവശതയുടെയുമാണ്. പിതാവിനോ പിതൃസ്ഥാനീയരായ വ്യക്തികൾക്കോ ഗുരുജനങ്ങൾക്കോ അത്ര നല്ല കാലമല്ല ശാരീരികമായി എന്നുള്ള കാര്യവും ഈ നക്ഷത്രക്കാർ അറിയുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 29, 30, 1-ാം തീയതി വൈകുന്നേരം വരെയും പിന്നെ 4ഉം 5ഉം താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2-ാമത്തെ മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യ അര. 9-ൽ സഞ്ചരിക്കുന്ന വ്യാഴവും 10-ൽ സഞ്ചരിക്കുന്ന ചൊവ്വയും തന്നെയാണ് ഇവർക്ക് അനുഗ്രഹമായി നിൽക്കുന്നത്. ഒപ്പം 2-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രനും. ഇതെല്ലാം തന്നെ ഇവർക്ക് ശുഭഗ്രഹങ്ങൾ. അതുപോലെ 10-ാം ഭാവത്തിൽ ചൊവ്വയ്ക്ക് പ്രത്യേകമായ അനുഗ്രഹം ഉള്ളതുകൊണ്ട് പാപഗ്രഹമായാലും ചൊവ്വയെ അവിടെ ശുഭത്വമായി കൂട്ടണം. അനുഗ്രഹത്താൽ ശുഭത്വം. അപ്പോൾ കർമ്മരംഗം കൂടുതൽ ശോഭനീയമാവും, കർമ്മരംഗം കൂടുതൽ ആക്റ്റീവാകും. വളരെ തങ്ങളുടെ കഴിവുകൾ അങ്ങേയറ്റം
തങ്ങളുടെ മേലധികാരികൾക്കോ പ്രസ്ഥാനത്തിനോ സ്ഥാപനത്തിനോ വേണ്ടി അർപ്പിക്കാൻ സാധിക്കുന്ന ഒരു മനസ്സ്, അതിനനുസരിച്ചുള്ള പ്രതിഫലവും കിട്ടും. 9-ലെ വ്യാഴം അതിന് അനുഗ്രഹിക്കും അവരെ. 2-ലെ ശുക്രൻ ധനപരമായിട്ട് ഇവർക്ക് നല്ല നേട്ടത്തെ കാണുന്നു. ഇപ്പോൾ ഇവർ ലോട്ടറി എടുത്താലും അടിക്കാനുള്ള സാധ്യതയുണ്ട്. 2 ധനസ്ഥാനമാണ്, അവിടെ ശുക്രൻ ബലത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ ധനപരമായ നേട്ടമോ അല്ലെങ്കിൽ വസ്തു സാമഗ്രികൾ ഫർണിച്ചർ എന്നിവയുടെ രൂപത്തിലും നേട്ടമുണ്ടാകാം. അല്ലെങ്കിൽ ഇതൊക്കെ വാങ്ങാൻ സാധിക്കുന്ന തരത്തിൽ പണം ഇവരിലേക്ക് എത്തിച്ചേരാം. കുടുംബത്തിൽ പൊതുവേ ഒരു ആഹ്ലാദം, എല്ലാവരും ഒരുമിച്ച് കുടുംബസമേതം യാത്ര നടത്തുക, ആഘോഷിക്കുക, ഉല്ലസിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നടക്കുന്നു. പുതിയ വാഹനമോ പുതിയ വസ്ത്രമോ ഉപഹാരമായി ലഭിക്കുന്നു. വീട്ടിലെ അറ്റകുറ്റപ്പണികൾ, വീട്ടിൻ്റെ പുനർനിർമ്മാണം ഇതെല്ലാം സാധ്യമാവുന്നു. അല്ലെങ്കിൽ വീടുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. എല്ലാം പോസിറ്റീവാണ്. ഉദരസംബന്ധമായ രോഗമാണ് ഇവരെ അലട്ടുന്നത്. മറ്റൊന്ന് ശാരീരികമായ അണുബാധ വേണ്ടത്ര ശ്രദ്ധിക്കാതെ പോകുന്നതിനാൽ ഇപ്പോഴുണ്ടാകുന്ന പല അസുഖങ്ങളും അതിൻ്റെ സ്ലീപ്പി ലെവലിൽ ഇവരിൽ കിടക്കും. അത് പ്രത്യേകമായി മനസ്സിലാക്കുക. രാഹുകേതുക്കൾ കേന്ദ്രങ്ങളിലാണ്, പ്രത്യേകിച്ചും ജന്മരാശിയിലേക്ക് സ്വാധീനമുള്ളതുകൊണ്ട് അണുബാധ ഏൽക്കാനുള്ള സാധ്യത, അലർജി അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കന്നിക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ദോഷമുള്ളത്. പ്രവർത്തനങ്ങളിലും ഭാഗ്യത്തിൻ്റെ കാര്യത്തിലും സാമ്പത്തിക നേട്ടത്തിൻ്റെ കാര്യത്തിലും ഇവർക്ക് ഈ ആഴ്ച ഗുണകരം തന്നെയാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1-ാം തീയതി വൈകുന്നേരത്തിന് ശേഷം 2, 3 താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ 2ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ 3/4 ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ജന്മത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ സ്ഥാനബലത്തോടെ നിൽക്കുന്നതിനാൽ ഗുണമാണ് പറയുന്നത്. പലരും ഇതിനെയൊക്കെ മാളവിക യോഗമെന്ന് പറയും. ചന്ദ്രാൽ അല്ല മാളവിക യോഗത്തെ പറയേണ്ടത്, ലഗ്നാലാണ്. അത് ജനിച്ച സമയത്ത് അങ്ങനെ ആയിരിക്കണം. അപ്പോൾ എന്തായാലും ജന്മത്തിൽ ശുക്രൻ ബലത്തോടെ സഞ്ചരിക്കുന്നതിനാൽ, തുലാം രാശി ശുക്രൻ്റെ സ്വന്തം രാശി ആയതിനാൽ ശുക്രൻ്റേതായ അനുഭവ ഗുണങ്ങൾ തീർച്ചയായിട്ടും ഇവർക്കുണ്ടാകും. സാമ്പത്തിക നേട്ടത്തിൻ്റെ കാര്യത്തിലോ പ്രവർത്തനങ്ങളിൽ തങ്ങളുടെ കഴിവ് നല്ല രീതിയിൽ പ്രകടിപ്പിക്കാൻ സാധിക്കുന്ന കാര്യത്തിലോ, സ്വന്തം വ്യക്തിത്വം നല്ല രീതിയിൽ പുറത്തേക്ക് പ്രവഹിപ്പിക്കാൻ സാധിക്കുന്ന കാര്യത്തിലോ, ഒരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യങ്ങൾ വളരെ നന്നായി ചെയ്യാൻ സാധിക്കുന്ന കാര്യത്തിലോ, അതുമല്ലെങ്കിൽ മറ്റുള്ളവരുടെ ചെലവിൽ ജീവിക്കാൻ സാധിക്കുന്ന ചില ബന്ധങ്ങളിലൂടെ മനസ്സിന് സന്തോഷം ലഭിക്കുന്ന അവസ്ഥയിലൂടെ മുന്നേറാൻ സാധിക്കുന്നതോ ഒക്കെ ഇവർക്കിപ്പോൾ സാധ്യമാകും. തടസ്സമുണ്ട്, ഭാഗ്യക്കേടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. 8-ൽ സഞ്ചരിക്കുന്ന വ്യാഴം ഈശ്വരാധീനത്തെ കെടുത്തും. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഓരോ കാര്യം ചെയ്യുമ്പോഴും അത് അഹന്തയുടെ രൂപത്തിലാകാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ പ്രാർത്ഥനകളില്ലാതെയോ തീർത്തും മൂല്യമല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയോ ഒക്കെ ചില ഭാഗ്യക്കേടുകൾ ഇവരെ പിന്തുടരാനുള്ള സാധ്യതയുണ്ട്. അത് പ്രത്യേകമായി ശ്രദ്ധിക്കുക. 9-ൽ സഞ്ചരിക്കുന്ന ചൊവ്വയും ഇവരുടെ ഭാഗ്യത്തെ കെടുത്തുമെന്ന് കാണിക്കുന്നുണ്ട്. മാത്രമല്ല പിതാവിന് ശാരീരികമായ അവശത, വിദേശവുമായി ബന്ധപ്പെട്ടുള്ള ചില യാത്രകളിലോ ഭാഗ്യം തേടുന്ന ചില പഠന സംബന്ധമായ കാര്യങ്ങളിലോ ഒക്കെ തന്നെ ഇവർക്ക് ചില പ്രതികൂലമായ കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ധനപരമായ കാര്യത്തിൽ ശുക്രൻ്റെ നില ഒരു പരിധിവരെ ഇവർക്ക് ഗുണമാണ്. അഷ്ടമാധിപൻ കൂടി ആയതിനാൽ ശുക്രൻ ഈ നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാർക്ക് സ്ത്രീകളിൽ നിന്ന് ശത്രുതയോ പ്രശ്നങ്ങളോ ഉണ്ടാക്കാം. ഓപ്പോസിറ്റ് സെക്സിൻ്റെ കാര്യം, ദാമ്പത്യം, ബന്ധങ്ങൾ ഇതുമായി ചിന്തിക്കുമ്പോൾ ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്കും പുരുഷന്മാരിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. അഷ്ടമാധിപൻ കൂടി ആയ ഗ്രഹം നിൽക്കുന്നതിനാൽ. അതല്ലെങ്കിൽ വയറിൽ പുളിപ്പിൻ്റെ അംശം വർദ്ധിക്കുക, അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ ഉണ്ടാകുക, പുളിച്ചത് കെട്ടൽ പോലുള്ള അവസരം ഉദരസംബന്ധമായ അവയവങ്ങൾക്കുണ്ടാവുക ഒക്കെ വരാം. ഇതൊക്കെയാണ് ഈ ദോഷം എന്ന് പറയുന്നത്. ഒപ്പം 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി സന്താനങ്ങൾക്കും അത്ര നല്ലതല്ല. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാര്യങ്ങളിൽ എടുക്കുന്ന തീരുമാനങ്ങളിലൊക്കെ തന്നെ ഒരു സ്ലോനെസ്, ഒരു മന്ദഭാവം കാണുന്നുണ്ട്. 6-ലെ രാഹു ചില കാര്യങ്ങളിൽ ഗുണമാണെങ്കിലും ശത്രു എന്ന ഭാവത്തിൽ നിൽക്കുന്ന ഒരവസ്ഥയെയും അതുപോലെ തന്നെ ഉദരത്തെയും സൂചിപ്പിക്കുന്നു. ഇത് രണ്ടിലും നെഗറ്റീവ് ഇഫക്റ്റാണ് കാണുന്നത്. അതുകൊണ്ട് ശത്രുവിനെയും സൂക്ഷിക്കണം, അതുപോലെ ഉദരത്തെയും സൂക്ഷിക്കണം. നേരത്തെ അഷ്ടമാധിപനായ ശുക്രൻ്റെ പുളിച്ചത് കെട്ടലിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അപ്പോൾ ഉദരമാണ് അവിടെയും പ്രധാന പങ്കാളിയായി വരുന്നത്. അതുകൊണ്ട് തന്നെ 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹുവും ഇതിനെ ദോഷം ചെയ്യാം. നമ്മുടെ ശാരീരികമായ സംരക്ഷണത്തിനൊക്കെ വേണ്ടി പണം ചെലവഴിക്കേണ്ടി വന്നേക്കാം. എന്നാലും പണത്തിന് വലിയ അല്ലലുണ്ടാകില്ല ഈ ആഴ്ച എന്ന് തന്നെ സങ്കല്പിക്കണം. ഇവരെ സംബന്ധിച്ചിടത്തോളം, തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 29, 30, 1-ാം തീയതി പകൽ, 4, 5 ദിവസങ്ങൾ നല്ലതാണ്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തേക്കാൾ ഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ്.
ഇവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമരാശിയിൽ സഞ്ചരിക്കുന്ന ചൊവ്വയുടെ ദോഷത്തെ വേണം ആദ്യമായി നമ്മൾ തീരുമാനിക്കാൻ. കാരണം ചൊവ്വയ്ക്ക് ജന്മത്തിൻ്റെ ആധിപത്യവും 6ാം ഭാവാധിപത്യവും ഉണ്ട്. 8ൽ സഞ്ചരിക്കുമ്പോൾ ചൊവ്വ സ്വാഭാവികമായി തടസ്സങ്ങളോ അനാരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടാക്കും. 7ലെ വ്യാഴമാണ് ഇവരെ എല്ലാ കാര്യത്തിൽ നിന്നും സംരക്ഷിച്ച് പിടിച്ചുയർത്തുന്നത്. വിവാഹബന്ധത്തിൻ്റെ കാര്യത്തിലായാലും ശരി, ദാമ്പത്യ ബന്ധത്തിൻ്റെ കാര്യത്തിലായാലും ശരി, ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ചില പ്രോജക്റ്റ് വർക്കുകളിലായാലും ശരി, അത്തരം സംരംഭങ്ങളിലോ ബിസിനസ്സിലോ ആയാലും ശരി ഗുണകരമായ അവസരം കാണുന്നുണ്ട്. 12ൽ നിൽക്കുന്നു ശുക്രൻ. 12ൽ ദോഷത്തെ ഒന്നും ചെയ്യില്ല. നന്നായി ഓരോ പ്രവർത്തന മേഖലയിലും ഈ നക്ഷത്രക്കാർക്ക് വ്യാപരിക്കാൻ സാധിക്കും. എന്നാൽ കാര്യങ്ങൾ അങ്ങേയറ്റം ശ്രദ്ധയോടുകൂടി ചെയ്യുക. അല്ലെങ്കിൽ എത്ര ആക്റ്റീവായി നിന്നാലും ഒടുവിൽ ഒരു പരിഹാസമോ വിമർശനമോ കേൾക്കേണ്ടി വരും 12ലെ ശുക്രൻ. ആ കാര്യം മാത്രം ഒന്ന് പരിഗണിച്ചാൽ മതി. അതിന് വലിയ വില കൊടുക്കാതിരുന്നാൽ മതി. കാരണം ആ വിമർശനമോ ആ പരിഹാസമോ ഒന്നും തന്നെ തങ്ങളുടെ വ്യക്തിത്വത്തെ ബാധിക്കാൻ പോകുന്നില്ല. മനസ്സിനെ ബാധിക്കും, ഇല്ല എന്ന് പറയുന്നില്ല. അതിനെ ചെറുക്കാൻ തക്കവണ്ണമുള്ള മാനസിക ശക്തി ആർജിക്കുക എന്നതാണ് ഈ സമയത്ത് പറയാനുള്ളത്. വ്യാഴം സഞ്ചരിക്കുന്നത് 7ലായതിനാൽ ഇതിനെയൊക്കെ നേരിടാൻ തക്കവണ്ണമുള്ള അപാരമായ മാനസിക ബുദ്ധിശക്തി നിങ്ങൾക്ക് സമ്മാനിക്കും വ്യാഴം. മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം 5ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹുവാണ്. 5ലെ രാഹു ഭാഗ്യത്തെ കെടുത്തുമെങ്കിലും ബുദ്ധിപരമായ ക്രിയാത്മക ശക്തി വർദ്ധിപ്പിക്കും. അതുകൊണ്ട് പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റം ഇവർക്ക് ആക്റ്റീവായി നിൽക്കാൻ സാധിക്കും. 8ലെ ചൊവ്വയാണ്. ഇത്തരം ആവേശത്തള്ളിച്ചയാൽ ഉണ്ടാകുന്ന അമിത വേഗമോ സാഹസ കൃത്യങ്ങളോ ബുദ്ധിയില്ലാതെ പ്രവർത്തിക്കുന്ന കാര്യങ്ങളോ ഒക്കെ തന്നെ ശ്രദ്ധിക്കണം. അതിൽ നിന്നാണ് അപകട സാധ്യതയും തടസ്സവുമൊക്കെ ഉണ്ടാകാൻ സാധ്യത. അഹങ്കാരം ഏതെങ്കിലും രൂപത്തിൽ വാക്കുകളായി പുറത്തു വരുമ്പോൾ അത് ബന്ധങ്ങളെയും ബാധിക്കാം, പ്രത്യേകിച്ച് ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലും ശ്രദ്ധിക്കുക. സാമ്പത്തികമായി നല്ല വരുമാനം കാണുന്നു. വിദേശത്തു നിന്നൊക്കെ വരുമാനം ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചില പ്രോജക്റ്റുകൾ വിജയത്തിലെത്തുകയും അതിൽ നിന്ന് സാമ്പത്തിക നേട്ടം ഉണ്ടാവുകയും ചെയ്യും. അല്ലെങ്കിൽ പറഞ്ഞു വച്ചിരുന്ന തുക കൃത്യമായി ഇവരിലേക്ക് ഇപ്പോൾ എത്തിച്ചേരും. പ്രത്യേകിച്ച് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ അല്ലെങ്കിൽ നാട്ടിൽ തന്നെയുള്ള വിദേശ പ്രോജക്റ്റുകളിലോ ഒക്കെ അത് മുടക്കാൻ സാധിക്കുകയും ചെയ്യും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 29, 30, 1, 2, 3 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം വരുമ്പോൾ 2.25 നക്ഷത്രങ്ങൾ ഇതിനകത്ത് വരുമ്പോൾ ഉത്രാടം നക്ഷത്രത്തിൻ്റെ മുക്കാലും അപ്പുറത്തെ രാശിയിലാണ് പോകുന്നത്. എങ്കിലും കുറേ ഇവിടെ ബാധിക്കും. ഇപ്പോൾ ഇവിടെ വ്യാഴത്തിൻ്റെ 6ലെ നില ഇവർക്കൊരല്പം ദോഷത്തെ ഉണ്ടാക്കാം. എന്നാൽ 11ൽ സഞ്ചരിക്കുന്ന ശുക്രൻ ആണ് ഇവർക്ക് ഈ ആഴ്ചയിൽ വളരെ ഗുണത്തെ ചെയ്യുക. 11ൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ സാമ്പത്തിക നേട്ടമാണ് പ്രധാനം. അത് സ്വന്തം സ്ഥാപനത്തിൽ നിന്നാകാം. ബുധനും ഇതുപോലെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിൽക്കുന്നത് 9ലാണ്. അപ്പോൾ ആ ബുധൻ്റെ അനുഗ്രഹവും ഇവർക്കുണ്ടാകും. സ്വന്തം രാശിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ കർമ്മസ്ഥലത്തിന് ആധാരമായ അല്ലെങ്കിൽ കർമ്മത്തിന്, പ്രവർത്തനങ്ങൾക്ക്, ജോലിക്ക് ആധാരമായ മനഃശക്തിയും ബുദ്ധിശക്തിയും ബുധൻ സമ്മാനിക്കും. ദൈവികമായ അനുഗ്രഹം പോലെ തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റത്തെ കരുതലോടുകൂടി, അങ്ങേയറ്റത്തെ ശുഷ്കാന്തിയോടുകൂടി, പ്രാപ്തിയോടുകൂടി ഇവർക്ക് വ്യാപരിക്കാൻ സാധിക്കും. അത് ഇവരുടെ കർമ്മരംഗത്തുണ്ടായിരുന്ന ചില ശാപങ്ങളെ, ചില വിമർശനങ്ങളെ, ചില പരിഹാസങ്ങളെയൊക്കെ അതിൻ്റെ മുനയെ ഒടിക്കും. അതുകൊണ്ട് തന്നെ പ്രവർത്തനത്തിൽ നന്നായി ശോഭിക്കാൻ സാധിക്കും. 10ലെ സൂര്യനും പ്രവർത്തന രംഗത്ത് ദോഷമൊന്നും ഉണ്ടാക്കില്ല. വിമർശനങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമെങ്കിലും അതിനെ അതിജീവിക്കാൻ സാധിക്കും. വ്യാഴദൃഷ്ടിയിലാണ് 10ാം ഭാവം എന്നതുകൂടി ഇവരെ ഇപ്പോൾ അനുഗ്രഹിക്കും. ഈ രാശിയിൽപ്പെട്ട, അതായത് ഈ കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ, മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗക്കാർക്ക് കഴിഞ്ഞ കുറച്ചു കാലമായി കർമ്മരംഗത്ത് പ്രശ്നങ്ങളുണ്ട്. അതിനെ ഇവർക്ക് താൽക്കാലികമായിട്ടെങ്കിലും അതിജീവിക്കാൻ സാധിക്കും. പിന്നീട് അങ്ങോട്ടത് നല്ല രീതിയിൽ മാറും. എന്നാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ പറയുകയാണ്, ആഴ്ച സംബന്ധിയായ ഫലദാന വിഷയത്തിൽ ഇവർക്കിപ്പോൾ ഈ ആഴ്ച താരതമ്യേന കർമ്മരംഗത്ത് ശോഭിക്കാൻ സാധിക്കും. സാമ്പത്തികമായ നല്ല നേട്ടവും കാണുന്നുണ്ട്. കുടുംബ ബന്ധങ്ങളിൽ കൂടുതൽ ഊഷ്മളത കാണുന്നു. എന്നാൽ കുടുംബത്തിൽ നിന്ന് ചെറുതായിട്ടെങ്കിലും ഒന്ന് വിട്ടു നിൽക്കേണ്ടി വന്നേക്കാം 7ൽ ചൊവ്വ സഞ്ചരിക്കുന്നത് കൊണ്ട്. എന്നാലും മനസ്സന്തോഷത്തിനോ മറ്റു ദോഷങ്ങൾക്കോ ഒന്നും അത് ഇടം നൽകുന്നില്ല. പൊതുവേ ഇവർക്ക് ഗുണകരം തന്നെയാണ് ഈ ആഴ്ച. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1-ാം തീയതി വൈകുന്നേരത്തിന് ശേഷം 2, 3, 4, 5 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ അല്പം അസ്വസ്ഥത കാണുന്നുണ്ട്. തുടക്ക ദിവസങ്ങൾ, അതായത് ഞായർ, തിങ്കൾ ദിവസങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ശാരീരികമായ അവശത ഉണ്ടാകാനൊരു സാധ്യത കാണുന്നു. പ്രത്യേകിച്ചും ശ്വാസതടസ്സമോ അലർജി അസുഖമോ ആണ് പ്രധാനം. ഇത്തരം രോഗങ്ങൾ നേരത്തെ തന്നെ ഉള്ളവരാണ് കൂടുതലായി ശ്രദ്ധിക്കേണ്ടത്. ചിലർക്ക് മൂക്കടപ്പിൻ്റെയോ സൈനസൈറ്റിസിൻ്റെയോ ഒക്കെ അസുഖങ്ങൾ നേരത്തെ തന്നെ ഉണ്ടാകാം.
അത്തരക്കാർ ശ്രദ്ധിക്കണം. സന്ധ്യയ്ക്ക് ശേഷമുള്ള കുളി, തലയിലേക്ക് ധാരാളം നീരിറങ്ങുന്ന അവസ്ഥ, ഇതിനൊക്കെ തന്നെ എന്തെങ്കിലും പരിഹാരമുണ്ടാക്കണം, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കണം. അതുപോലെ ഫ്രിഡ്ജിൽ നിന്ന്, ശീതീകരണികളിൽ നിന്ന് തണുത്ത വെള്ളം നേരിട്ട് കുടിക്കുന്നതും ഒന്നും നല്ലതല്ല ഇത്തരക്കാർ. അവർക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കും. എന്നാൽ ഇവർക്ക് ഈ ആഴ്ചയുടെ തുടക്കത്തിലെ ദിവസം അപ്രതീക്ഷിതമായി ധനം വന്നു ചേരാം എന്ന് വലിയൊരു അനുഗ്രഹമുണ്ട്. 8-ലെ ചന്ദ്രൻ അപ്രതീക്ഷിത ധനം കൊടുക്കുമെന്നാണ്. പ്രത്യേകിച്ച് ജീവിത പങ്കാളിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ സുഹൃത്തിൽ നിന്നോ അല്ലെങ്കിൽ പ്രണയിനിയിൽ നിന്നോ ഒക്കെ ഇവർക്കിപ്പോൾ സാമ്പത്തികത്തിൻ്റെ രൂപത്തിലോ മറ്റ് സഹകരണങ്ങളുടെ രൂപത്തിലോ ഗുണമുണ്ടാവുമെന്ന് കാണുന്നു. അതൊരു വലിയ അനുഗ്രഹം തന്നെയാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തികം ഒരു പരിധിവരെ പല കാര്യങ്ങളെയും സന്തോഷിപ്പിക്കുന്നത് കൊണ്ട് നമുക്ക് ഈ ദോഷം പറയാവുന്നതുമല്ല. എന്നാലും ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം ആഴ്ചയുടെ പകുതി ദിവസങ്ങൾ, അതായത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം ബുധൻ ദിവസങ്ങളിലൊക്കെ തന്നെ പിതാവിനത്ര നല്ലതല്ല. അതുപോലെ പുതിയ സംരംഭവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വിദേശ യാത്രയ്ക്ക് പോകണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ അവിടുത്തെ ജോലിയോ പഠനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെറിയ ചില തടസ്സങ്ങളോ മറ്റു വിഘ്നങ്ങളോ ഒക്കെ ഉണ്ടാകാം. എന്നാൽ വ്യാഴാഴ്ചയ്ക്ക് ശേഷം അതിന് മാറ്റം ഉണ്ടാകുന്നതുമാണ്. അപ്പോൾ പൊതുവേ ഗുണകരം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. തുടക്ക ദിവസങ്ങളിലെ അനാരോഗ്യവും അതുപോലെ ഇടയ്ക്ക് ചില സ്വപ്നങ്ങൾ സാഫല്യം ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലെ ചില കാര്യങ്ങളിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. പ്രത്യേകിച്ച് ആഴ്ചയുടെ ചൊവ്വാഴ്ച ദിവസം ഉച്ചയ്ക്ക് ശേഷം ബുധൻ വ്യാഴം ഉച്ചവരെയുള്ള ദിവസങ്ങൾ അല്പം ശ്രദ്ധിക്കണം. എന്തെങ്കിലും ഒരു ഭാഗ്യ തടസ്സം തങ്ങളുടെ ഭാവി പരിപാടിയുമായി ബന്ധപ്പെട്ടുണ്ടാകാം. അത്തരം കാര്യങ്ങളിൽ വിഷമം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തൊട്ടടുത്ത ദിവസങ്ങളിൽ അതിനൊക്കെ മാറ്റമുണ്ടാകും. മകരക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 4, 5 ആണ് പ്രധാനമായും. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2ാമത്തെ പകുതി, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ പിണങ്ങി നിൽക്കുകയോ അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലം മാറി നിൽക്കുകയോ ചെയ്തിരുന്ന ജീവിത പങ്കാളി തിരിച്ചു വരുന്നതായിട്ട് കാണുന്നു. ഒന്നുകിൽ ഇവർ അങ്ങോട്ട് പോയി വിളിച്ച് തിരിച്ചു കൊണ്ടുവരുന്നു, കലഹമൊക്കെ അവസാനിപ്പിച്ച്. അതല്ല എങ്കിൽ അവർ സ്വയം ഇങ്ങോട്ട് വരുന്നു. എന്തായാലും വളരെ സ്നേഹത്തിൻ്റെ സമാഗമമായ ഒരു അവസ്ഥയാണ് കാണുന്നത്. അതുപോലെ തന്നെ സാമ്പത്തികമായ നേട്ടവും ഇവർ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ ഉണ്ടാകുന്നു. കടബാധ്യതയിൽ നിന്ന് മോചനം, താൽക്കാലികമായിട്ടെങ്കിലും ഇവർക്ക് പുതിയ ചില പ്രോജക്റ്റുകളിൽ പണം അർപ്പിക്കാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് പണം ഇവർക്ക് ലഭിക്കാനോ സാധ്യമാകുന്നു. ഇവരിൽ നിന്ന് കടം വാങ്ങിക്കൊണ്ടു പോയവർ അത് പണത്തിൻ്റെ രൂപത്തിലായാലും മറ്റു ദ്രവ്യങ്ങളുടെ രൂപത്തിലായാലും അത് തിരിച്ചു കിട്ടുന്നു. അതെല്ലാം തന്നെ ഗുണമാണ്. ആഴ്ചയുടെ പകുതി കഴിയുമ്പോൾ ഇവർക്ക് വീണ്ടും കുറച്ച് ധനപരമായ നേട്ടത്തെ കാണുന്നു. ദേവിയുടെ അനുഗ്രഹമൊക്കെ ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നന്നായി ഇവർക്ക് ശോഭിക്കാൻ സാധിക്കുന്നു. പ്രവർത്തനങ്ങളിൽ വിജയം കാണുന്നു, സാമ്പത്തിക നേട്ടവും കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം മോശാവസ്ഥ എന്ന് പറയുന്നത് ചൊവ്വാഴ്ച രാത്രിക്ക് ശേഷം ബുധൻ വ്യാഴം ഏകദേശം ഉച്ചവരെയുള്ള ശാരീരികമായ ചില അവസ്ഥകളാണ്. നട്ടെല്ല് സംബന്ധമായോ ശ്വാസകോശ സംബന്ധമായോ ശ്വാസതടസ്സത്തിൻ്റെയൊക്കെ രൂപത്തിലോ ഇവർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ സാമ്പത്തികത്തിൻ്റെ കാര്യത്തിൽ ഇവർക്ക് വലിയ പ്രശ്നങ്ങൾ കാണുന്നില്ല. അതുപോലെ തന്നെ മറ്റ് ബന്ധുമിത്രാദികളുടെ സഹായവും സഹകരണവുമൊക്കെ ഉണ്ട്. അസുഖം വ്യക്തികൾക്ക് സ്വാഭാവികമായും സഹിക്കേണ്ട ഒരു പേഴ്സണൽ കാര്യമായതുകൊണ്ട് തന്നെ അതിൻ്റേതായ യാതനകൾ ഉണ്ടായേക്കാം. എന്നാലും പൊതുവെ ഗുണകരം തന്നെയാണ് കുംഭക്കൂറിന് ഈ ആഴ്ച. ഇവരെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങൾ 29, 30, 1-ാം തീയതി വൈകുന്നേരം വരെയും നല്ലതാണ്. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ കുടുംബത്തിൽ നിന്ന് ഒന്ന് മാറി നിൽക്കേണ്ടി വരും. മറ്റൊരു സ്ഥലത്തേക്കോ മറ്റൊരു വീട്ടിലേക്കോ ഒക്കെ മാറി നിൽക്കേണ്ടി വരും എന്ന് കാണുന്നു. ചിലപ്പോൾ വിദേശവുമായി ബന്ധപ്പെട്ട ഇവരുടെ ഏതെങ്കിലും യാത്രകളുടെ തീരുമാനങ്ങൾ ആകുന്നതോ അത്തരം തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട് ഇവർക്ക് സന്തോഷകരമായ വാർത്ത കേൾക്കുന്നതോ ഒക്കെ ആകാം. മാതാവുമൊത്തുള്ള യാത്ര ശ്രദ്ധിക്കണം. മാതാവിന് ശാരീരികമായി അത്ര നല്ലതല്ല. പുതിയ വാഹനമോ വീട്ടിലെ അറ്റകുറ്റപ്പണികളോ ഒക്കെ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ നടക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയോ ചെയ്യാം. ഇവരുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഗുണം ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയിൽ അങ്ങേയറ്റം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എന്നുള്ളിടത്താണ്. കടബാധ്യതയിൽ നിന്ന് താൽക്കാലികമായിട്ടും ഇവർക്കും മോചനം ഉണ്ടാകുന്നുണ്ട്. സാമ്പത്തികമായ നേട്ടം ഇവർക്ക് കാണുന്നു. എന്നാൽ ആ പണമൊക്കെ തന്നെയും സ്വന്തം ആവശ്യത്തിനും ചെലവിനുമൊക്കെയാണ് ഇപ്പോൾ ധാരാളമായി ഉപയോഗിക്കേണ്ടി വരിക. അതുകൊണ്ട് തന്നെ വലിയ ഒരു സാമ്പത്തിക സംഭരണം ഈ സമയത്ത് ഇവർക്കിപ്പോൾ നടക്കില്ല. അത് പ്രത്യേകമായി ശ്രദ്ധിക്കണം. ദാമ്പത്യത്തിൽ ഇപ്പോഴും ഇവർ അങ്ങേയറ്റം കരുതലെടുക്കണം. ചെറിയ ചില പിണക്കങ്ങളോ പ്രശ്നങ്ങളോ അകന്നു നിൽക്കലുകളോ ഒക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. സ്വന്തം വ്യക്തിത്വം മറ്റൊരു രീതിയിൽ ഇവരെ ഇപ്പോഴും അലട്ടുന്നുണ്ട്. അല്ലെങ്കിൽ സ്വന്തം പ്രതിഷ്ഠായ മങ്ങുന്ന തരത്തിൽ കുടുംബത്തിലോ മറ്റു പ്രവർത്തനങ്ങളിലോ ഒക്കെ ബാധിക്കാം. അണുബാധയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യപരമായി അത്തരം കാര്യങ്ങൾ കൂടി കണക്കിലെടുക്കണം.
സാമ്പത്തികമായ നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയവും ഇപ്പോഴും ഇവർക്കുണ്ട്. ബന്ധങ്ങളിലുണ്ടാകുന്ന പ്രശ്നവും അനാരോഗ്യ പ്രശ്നങ്ങളുമാണ് മീനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കുഴപ്പമായിട്ട് ഉള്ളത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 29, 30, 1, 2, 3 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. ഓം ശനീശ്വരായ നമ എന്ന് ജപിക്കുക ശനിദോഷ പരിഹാരത്തിന്. ശനിയാഴ്ച ദിവസം വ്രതശുദ്ധി പാലിക്കുക. കറുത്ത വസ്ത്രം സമർപ്പിക്കുക ശനീശ്വരനും ശാസ്താവിനും. കാക്കയ്ക്കിടത്തെ കൈകൊണ്ട് എച്ചിൽ കൊടുക്കുക. തെരുവുനായ്ക്കൾക്ക് ആഹാരം കൊടുക്കുക. കടും പായസം ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി മന്ത്രം വ്യാഴദോഷ പരിഹാരത്തിനായി ചെയ്യുക. വിഷ്ണുസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക. നവഗ്രഹങ്ങളിൽ ബൃഹസ്പതിക്ക് മഞ്ഞപ്പട്ട് സമർപ്പിക്കുക. വിഷ്ണുദേവനും മഞ്ഞപ്പട്ട് സമർപ്പിക്കുക. പാൽപ്പാശ നൈവേദ്യം, നെയ്വിളക്ക് കത്തിക്കലൊക്കെ നല്ലതാണ്. ഓം നമോ നാരായണായ എപ്പോഴും ജപിക്കുക. ഓം നാഗായ നമ ജപിക്കുക. നാഗദോഷത്തിന് 100 പാലും നൽകുക. നാഗർക്ക് സ്വന്തം നാളിനോ അല്ലെങ്കിൽ ആയില്യം നാളിനോ അത് ചെയ്യുക. ഓം ഗം ഗണപതയെ നമ എന്ന കേതുദോഷ പരിഹാരത്തിന് ചെയ്യുക. ഗണപതിക്ക് കറുകമാല അർപ്പിക്കുക. തേങ്ങ ഉടയ്ക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരാഴ്ചയാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.